കുറച്ചു മുമ്പ് ഞാൻ രേണു സുധിയുടെ ഒരു വീഡിയോ കണ്ടു. നമസ്കാരം, ഞാൻ രേണു സുധി. ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ നോമിനേഷനിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരുടെയും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പോസ്റ്റ് ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. രേണു സുധിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ വന്നു എന്നാണ് പറയുന്നത്. രേണുവിൻ്റെ ഒറിജിനൽ വീഡിയോ തന്നെയാണ്. അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രേണു ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് രേണുവിൻ്റെ ഒറിജിനൽ വീഡിയോ, അതും വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തു വരുന്നത്? ടെക്നോളജിയുടെ ഒരു വളർച്ചയെ. ഇത് രേണു ബിഗ് ബോസ് വീടിനകത്ത് പോകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച വരികയാണെങ്കിൽ എങ്ങനെ വോട്ട് ചോദിക്കണം, രണ്ടാമത്തെ ആഴ്ച വരികയാണെങ്കിൽ എങ്ങനെ ചോദിക്കണം, ചിലപ്പോൾ 10ാമത്തെയും അവസാനത്തെയും ഫിനാലെ വരെ ഉണ്ടെങ്കിൽ ഫിനാലെ വീക്കിൽ വരെ എങ്ങനെ വോട്ട് ചോദിക്കണമെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് പ്ലാനിങ്ങോടുകൂടി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം. ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇത് അലൗ ചെയ്യുന്നുണ്ടോ, ബിഗ് ബോസിൻ്റെ നിയമങ്ങളിൽ ഇത് അലൗ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. കാരണം കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും അകത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെ പുറത്ത് നിന്ന് വോട്ട് ചോദിക്കുന്നു എന്നുള്ളത്. ഈ തരത്തിലുള്ള ഒരു വോട്ട് ചോദിക്കലിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു രീതി ഇതുവരെ കണ്ടിട്ടില്ല ഒരു സീസണിലും. ഇപ്പോൾ കണ്ടസ്റ്റൻസ് അകത്ത് പോയതിന് ശേഷം അവർ നേരത്തെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടിട്ട് പോകാറുണ്ട്. അത് ബിഗ് ബോസിൽ വോട്ട് ചോദിക്കുന്ന വീഡിയോസ് അല്ല. ചിലർ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറയുന്ന വ്ളോഗുകൾ, അത് 1-2 വീഡിയോയിൽ അങ്ങ് തീരും. ഈ വോട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രശ്നം ഞാൻ ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ നോമിനേഷനിൽ ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കും അതെങ്ങനെയാണ്, അപ്പോൾ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണോ, അപ്പോൾ രേണു സുധി അകത്ത് നിൽക്കുന്നു, ഇതാ ഇവിടെ നിന്ന് വീഡിയോ വരുന്നു. അപ്പോൾ നിഷ്കളങ്കരായ മനുഷ്യർ തെറ്റിദ്ധരിക്കും. ഷോയുടെ റെപ്യൂട്ടേഷന് ഇതൊരു പ്രശ്നമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. നേരത്തെ രേണു സുധി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്, മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ ഇത് ഇനി തൊട്ട് എല്ലാ സീസണിലും ഇതൊരു ട്രെൻഡായിട്ട് മാറും. പക്ഷെ അങ്ങനെ വന്നാൽ അത് ഷോയുടെ വിശ്വാസ്യതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഭാവിയിൽ മാറുമോ എന്നുള്ളൊരു വിഷയമുണ്ട്. തീർച്ചയായും ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ കാരണം കൊണ്ട് രേണു സുധിയെ പുറത്താക്കും, രേണു സുധി ഈ ആഴ്ച ഔട്ടാവും. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ റിയാലിറ്റി ഷോയാണ്, അതൊരു ഷോയാണ്. അപ്പം അതിനങ്ങനെ ഇങ്ങനെ ആകാവോ എന്നുള്ള ഒരിക്കലും മാറ്റാത്ത നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മാറുന്ന നിയമങ്ങളാണ്. ഷോയും ഓരോ സീസണിലും അവരുടെ ഓരോ നിയമങ്ങളുടെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ആ നിയമത്തിൽ പെടുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു അസ്വാഭാവികത അതിനകത്തുണ്ട്. ഇത്തരം വോട്ട് പിടിക്കലുകൾക്ക് ഇതിന് വേണ്ടിയിരുന്നോ എന്നുള്ളതാണ്. രേണു സുധിക്ക് ഇങ്ങനെ വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വോട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് രേണു. എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്ത് നിന്നാൽ പോലും കുറേ നാൾ തുടരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിലൂടെ അത്രയും വലിയൊരു നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും PR വർക്കാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും. രേണുവിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീട് കാണിച്ചില്ല, രേണുവിൻ്റെ പഴയ വീടേ കാണിച്ചിട്ടുള്ളൂ, കയറി വരുമ്പോൾ തന്നെ സുധിച്ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് കയറുന്നു, വോട്ട് ചോദിക്കുമ്പോഴും സുധിച്ചേട്ടനെ കൂടെ സ്നേഹിക്കുന്ന എന്ന് എടുത്തു പറയുന്നു. സോ ഇതൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി അവരതൊരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് കാണാം ചിലരെങ്കിലും. ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു ഇട കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കണ്ടസ്റ്റൻ്റ് അകത്ത് നിൽക്കുമ്പോൾ പുറത്ത് അവർ വന്ന് ഓരോ ആഴ്ചയും വോട്ട് ചോദിക്കുന്ന വീഡിയോസ് അവരുടെ അക്കൗണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പൊരുത്തക്കേടുണ്ട്. വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രേണുവിന് ഇങ്ങനെ വോട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഒക്കെ നോമിനേഷനിൽ വന്നാലും കയറിപ്പോകാവുന്നൊരു സപ്പോർട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ രേണുവിന് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രേണുവിനോടുള്ളൊരു സഹാനുഭൂതി കൊണ്ടാകാം, അല്ലെങ്കിൽ സഹതാപം കൊണ്ടാകാം. രേണു ബിഗ് ബോസിനകത്ത് വലിയ കോണ്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലും പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ.